ഇനി നമുക്ക് ഓരോ ടൂളുകളായിട്ട് പഠിച്ചു തുടങ്ങാം. അതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് കാണില്ലേ, ഈ രണ്ട് ടൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ആദ്യത്തെയാണ് മൂവ് ടൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് മാർക്വീ ടൂൾ, അതല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ എന്നും പറയും. അപ്പോൾ ഈ രണ്ട് ടൂൾസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ ലെയേഴ്സ്. ഫോട്ടോഷോപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഒരു ലെയർ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ലെയറുകളായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഷേപ്പുകളായിക്കോട്ടെ, ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരോ ലെയറുകളായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ലെയേഴ്സ്. F7 ആണ് അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഇപ്പോൾ ലെയേഴ്സിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ ഒരു ക്ലാസ്സിൽ പറയാം. ബാക്കിയുള്ളതെല്ലാം വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്യണം. ന്യൂവിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു 1200 പിക്സൽസ് വിഡ്ത്തും ഒരു 700 പിക്സൽസ് ഹൈറ്റുള്ള പുതിയൊരു ക്യാൻവാസ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ടൂളായിട്ടുള്ള മൂവ് ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഷോർട്ട് കീ വരുന്നത് V ആണ്. മൗസ് ഓവർ ചെയ്യുമ്പോൾ അതവിടെ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാൻവാസിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അത് വലിച്ചു. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കുഡ് നോട്ട് യൂസ് ദ മൂവ് ടൂൾ ബിക്കോസ് ദ ലെയർ ഈസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെയർ ഇവിടെ ലോക്ക്ഡ് ആണ്, അതുകൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ വലതുവശത്ത് കാണുന്ന ഈ ലെയേഴ്സ് പാനൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ലെയറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ലോക്കിൻ്റെ ചിഹ്നമുണ്ട്. ഈ ചിഹ്നം കിടക്കുന്ന കാരണമാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഈ ലോക്ക് എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെയർ ഫ്രം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതല്ല, ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ ലെയറിനെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു പേര് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ശേഷം ഓക്കെ അടിച്ചു. അതിൻ്റെ പേര് മാറിയിട്ട് ഈ ലോക്കിൻ്റെ ചിഹ്നം ഇവിടെ ഒഴിവായിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ മൂവ് ചെയ്ത് നോക്കണം. കണ്ടോ, ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഇത് മൂവ് ആവും. ഈ ബാക്കിൽ തെളിയുന്നത് ട്രാൻസ്പെറൻറ്റ് ഏരിയ ആണ്. പിന്നെ അടുത്തത് മാർക്കീ ടൂളാണ്, സെക്കൻഡ്. പിന്നെ ഷോർട്ട് കീ എന്ന് പറയുന്നത് M ആണ്. അപ്പോൾ അതിൻ്റെ വലതുവശത്ത് താഴെയായിട്ട് ചെറിയൊരു ആരോ പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സബ്ബായിട്ട് വീണ്ടും ടൂൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ലോങ് പ്രസ് ചെയ്യണം ഞാൻ. ഇത് കണ്ടു, അഡീഷണൽ ആയിട്ട് 3 ടൂൾസും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ സെയിം ഓപ്ഷൻസ് കാണിക്കും. അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ടൂൾസ് എല്ലാം കാണിക്കും. ഈ മാർക്കീ ടൂൾ അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓരോ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനോ, അതുപോലെ ഇമേജ് കോപ്പി ചെയ്യാനോ, കട്ട് ചെയ്യാനോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ആദ്യത്തെ ടൂളായിട്ടുള്ള റെക്റ്റാങ്കുലർ മാർക്കീ ടൂൾ സെലക്ട് ചെയ്യാം. അതിന് ശേഷം ഞാൻ ക്യാൻവാസിൽ റെക്റ്റാങ്കിളുകൾ വരച്ചു. കണ്ടു, മൗസ് കൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെക്റ്റാങ്കിളുകൾ വരയ്ക്കാം ഈ ടൂൾ യൂസ് ചെയ്തിട്ട്. നമുക്ക് ഈക്വൽ വിഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു സ്ക്വയറാണ് വേണ്ടത് വയ്ക്കുക. അത് സമചതുരമാണ് വേണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. അതിന് ശേഷം വരച്ചിട്ടുണ്ടെങ്കിൽ വിഡ്ത്തും ഹൈറ്റും സെയിം ആയിട്ടുള്ള ഒരു സമചതുരമായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഈ ഒരു സെലക്ഷൻ വേണമെങ്കിൽ നമുക്ക് നീക്കി വയ്ക്കാൻ സാധിക്കും. എന്നിട്ട് മൗസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇനി ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമ്മളൊരു കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ടൂൾ പ്രീസെറ്റ്സിൽ വരികയാണ്. പിന്നെ താഴെയായിട്ട് 2 ബോക്സുകൾ കാണുന്നുണ്ട്. അതിൽ മേൽഭാഗത്തായിട്ടൊരു ബ്ലാക്ക് കളർ ബോക്സും കാണാം, താഴെ ഒരു വൈറ്റ് കളർ ബോക്സ് കാണാം. അപ്പോൾ ഈ മേലെയുള്ള കളറാണ് ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഈ മേലത്തെ ഈ ബോക്സിൽ കാണുന്നതാണ് ഫോർഗ്രൗണ്ട് കളർ. അതുപോലെ തന്നെ താഴെയുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ 2 സെപ്പറേറ്റ് കളറുകൾ കൊടുക്കുകയാണ്. ഇത് ക്ലിക്ക് ചെയ്തു ശേഷം റെഡ് സെലക്ട് ചെയ്തു. കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആരോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നീക്കുന്നതിനനുസരിച്ചിട്ട് കളർ മാറി വരുന്നത് കാണാൻ പറ്റും. ഏത് കളറാണ് നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ശേഷം ഓക്കെ അടിച്ചു.
അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ മാറിയിട്ട് റെഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വൈറ്റിൽ ക്ലിക്ക് ചെയ്തു, അതായത് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്തു. ഇനി ബ്ലൂ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചു. ഇപ്പോൾ 2 കളർ ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു സെലക്ഷനിലേക്ക് നമുക്ക് ആ കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഷോർട്ട് കീ ഞാൻ പറയാം. ആൾട്ട് ബാക്ക് സ്പേസ്, അതായത് നമുക്ക് ഈ ഫോർഗ്രൗണ്ട് കളറാണ് നമുക്ക് ഈ സെലക്ഷനിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ആൾട്ട് ബാക്ക് സ്പേസ് അടിക്കും. കണ്ടോ, ഇപ്പോൾ ഈ റെഡ് കളർ നമുക്ക് ഈ സെലക്ഷനിൽ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമുക്ക് ഫില്ലായിട്ട് വരണമെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ്. കണ്ടോ, അപ്പോൾ ഈ ഷോർട്ട് കീ മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സെലക്ഷനിൽ നമുക്ക് ഫില്ല് ചെയ്യണം. ഇതല്ലാതെ വേറെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കണില്ല. അപ്പോൾ ഇതിൽ ഈ കളർ ഫില്ല് ചെയ്തതിന് ശേഷം ഈ സെലക്ഷൻ ഇവിടെ തന്നെ നിൽക്കണമായിട്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, നമുക്കിനി ഈ സെലക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഷോർട്ട് കീ ആണ് കൺട്രോൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി സെലക്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഡി സെലക്ട്. കണ്ടോ, ഈ സെലക്റ്റിൽ പോയി കഴിഞ്ഞാലും കാണാം ഡി സെലക്ട്. കൺട്രോൾ ഡി അടിച്ചിട്ട് സെലക്ഷൻ കളഞ്ഞു. ഇനി മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്ലൂ ഒബ്ജക്റ്റിനെ മാത്രം ഒന്ന് നീക്കി വെച്ച് നോക്കാം. അപ്പോൾ നീക്കി വെച്ചപ്പോൾ ഈ പഴയ ക്യാൻവാസ് അടക്കമാണ് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്യാൻവാസുള്ള അതേ ലെയർ തന്നെയാണ് ഈ പുതിയ ഒബ്ജക്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നീങ്ങുന്നത്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് അൺഡു ചെയ്യണം. അപ്പോൾ അതിനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ സെഡ് ആണ്. അപ്പോൾ കൺട്രോൾ സെഡ് അടിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ നമുക്ക് ബാക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ആൾട്ട് കൺട്രോൾ സെഡ് ആണ് നമ്മൾ അടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ, നമ്മൾ എത്രത്തോളം സ്റ്റെപ്പ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയാൽ അത്രയും നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ആൾട്ട് കൺട്രോൾ സെഡ് പ്രസ് ചെയ്യാണ്. കണ്ടില്ലേ, അപ്പോൾ ഞാനിവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇത് നോക്കാം, മൗസ് പോയിന്റർ നോക്കുക. ഇത് കണ്ടോ, ഇതാണ് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ അവിടെ എഴുതി കാണിക്കും ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ പുതിയൊരു ലെയർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് എൻ ആണ് ഷോർട്ട് കീ. അതിനുശേഷം ഓക്കെ അടിക്കാം. കണ്ടോ, അപ്പോൾ പുതിയൊരു ലെയർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ലെയർ അഡീഷണൽ ആയിട്ട് വന്നു. അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു ലെയർ നമ്മൾ ആഡ് ചെയ്യുന്നത്? അപ്പോൾ ഇതുപോലെ എത്ര ലെയറുകൾ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് പോകാൻ സാധിക്കും. ഞാൻ ഇവിടെ ആദ്യത്തെ ഈ ലെയറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കളർ ഫില്ല് ചെയ്യണം. ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചു. അപ്പോൾ ഫോർഗ്രൗണ്ട് കളർ ഇവിടെ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഡി സെലക്ട് ചെയ്യണം, കൺട്രോൾ ഡി അടിച്ചിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നീക്കി വെച്ച് നോക്കാം. കണ്ടോ, അപ്പം നേരത്തെ നമ്മൾ നീക്കി നോക്കിയപ്പോൾ ഇത് 2 ഒബ്ജക്റ്റും കൂടി ഒരുമിച്ചാണ് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്തു. അതിലും കൂടെ ഞാനിവിടെ റെക്ടാങ്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. അതിൽ ഫില്ല് ചെയ്യാം. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഇതിനും കൂടെ നമുക്ക് നീക്കി വെച്ച് നോക്കാം. കണ്ടില്ലേ, ഇതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലെയറാണ്. ഈ ബ്ലൂ ഷേപ്പ് വന്നിട്ടുള്ളത് റെഡിന് മേലെ ആയിട്ടാണ്. അത് നീക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഈ റെഡിന് മേലെ ആയിട്ടാണ് ഈ ബ്ലൂ ഷേപ്പ് വന്നിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ലെയറിൽ കാണുന്ന ഈ ഓർഡറിൽ ഇതിൽ ഏതാണ് ഏറ്റവും മേലെ കിടക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും മേലെയായിട്ട് കാണാൻ പറ്റുക. നമുക്ക് ഈ റെഡാണ് ബ്ലൂവിൻ്റെ മേലെ വേണ്ടെങ്കിൽ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിന് മേലെ കിട്ടാൽ മതി. കണ്ടോ, അപ്പോൾ ഇതുപോലെ ഈ ഓർഡർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു ലെയറും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് ഒന്ന് വരച്ചു. വേറൊരു കളറ് ഞാൻ ഫില്ല് ചെയ്യണം. ഓക്കെ, ഈ ഓർഡർ ശ്രദ്ധിക്കുക. ഏറ്റവും ടോപ്പിലുള്ളത് റെഡ്, സെക്കൻഡ് ഗ്രീൻ ആണ്, അതുപോലെ തേർഡ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓർഡർ ഇനിയിപ്പോൾ ബ്ലൂ ആണ് നമുക്ക് സെക്കൻഡ് വേണ്ടെങ്കിൽ ഇവിടെ വലിച്ചിട്ടാൽ മതി. ഇനി ഗ്രീൻ ആണ് ഏറ്റവും ടോപ്പിൽ വേണ്ടതെങ്കിൽ കണ്ടോ. ഇതുപോലെ ഓർഡർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അടുത്ത് നോക്കുന്നത് ഇതിൽ വരുന്ന 2ാമത്തെ ടൂൾ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ. തന്നെയാണ് അതിൻ്റെ ഷോർട്ട് കീ. സർക്കിൾ ഷേപ്പിലുള്ള സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സർക്കിൾ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2ന്റെയും ഷോർട്ട് കീ വരുന്നത് തന്നെയാണ്. അതായത് റെക്ടാങ്കിൾ മാർക്കി ടൂളിൻ്റെയും എലിപ്റ്റിക്കൽ മാർക്കി ടൂളിൻ്റെയും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എം പ്രസ് ചെയ്താൽ മതി. ഷിഫ്റ്റ് എം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും.
അപ്പം ഞാൻ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു സർക്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായത് ഇതിൽ ഒരു കളർ ഫില്ല് ചെയ്യണം നമ്മൾ നേരത്തെ. അത് റെക്ടാങ്കിൾ മാർക്കി ടൂൾ നോക്കിയപ്പോൾ ഇതിൽ ഒരു കളർ ഫില്ല് ചെയ്യുക എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ നമുക്കൊരു ഔട്ടർ ലൈൻ മാത്രം മതി, ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഔട്ടർ ലൈൻ മാത്രം, അതായത് ബോർഡർ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. പിന്നെ ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എഡിറ്റിൽ പോവാം. എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ട്രോക്ക് ക്ലിക്ക് ചെയ്തു. ഇവിടുന്ന് എത്ര പിക്സൽസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ എത്ര വെട്ടിലാണ് നമുക്ക് ബോർഡർ വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു 10 കൊടുത്തു. ഇനി അത് ഇൻസൈഡ് വേണോ സെൻറ്റർ വേണോ ഔട്ട് സൈഡ് വേണോ? അതായത് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്താണ് വരിക. സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ സെൻറ്റർ ആയിട്ട് 2 സൈഡിലേക്കും ഈക്വൽ ആയിട്ട് വരും. അതുപോലെ ഔട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ഏരിയയിലാണ് വരിക. അപ്പോൾ ഞാൻ അവിടെ ഇൻസൈഡ് സെലക്ട് ചെയ്തു, ശേഷം ഓക്കെ അടിച്ചു. കണ്ടോ, ഒരു സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഇൻസൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് സ്ട്രോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ഷൻ വരച്ചതിന് ശേഷം മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. കണ്ടില്ലേ, സ്ട്രോക്ക് എന്നിട്ട് താഴത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നേരത്തെ കളർ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഷോർട്ട് കീ യൂസ് ചെയ്തിട്ടാണ്. കൺട്രോൾ ബാക്ക് സ്പേസും അതുപോലെ ഓൾട്ട് ബാക്ക് സ്പേസും യൂസ് ചെയ്തിട്ടാണ് നേരത്തെ കളർ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫിൽ എന്ന് പറഞ്ഞിട്ട്. ഷിഫ്റ്റ് F5 ആണ് ഷോർട്ട് കീ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർഗ്രൗണ്ട് കളർ വേണം ഫില്ല് ചെയ്യാം, അതുപോലെ വേറെ കളർ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം, പാറ്റേൺസ് വേണം ഫില്ല് ചെയ്യാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് 50%, ഗ്രേ, വൈറ്റ് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഫോർഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ ആയിട്ടുള്ള ഈ ബ്ലാക്ക് ആയിരിക്കും ഫില്ലായിട്ട് വരിക. അപ്പോൾ ഈ ഫില്ലിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകൾ പറയാം. ഈ മാർക്കി ടൂളിനോട് ബന്ധപ്പെട്ടിട്ട് ഈ മേൽഭാഗത്ത് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.